സീലിങ്ങിൽ ഡയറക്റ്റ് പുട്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് സാധാരണ ആൾക്കാർക്ക് എന്തൊക്കെ ടൂൾസുകൾ വേണമെന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ ഇതേപോലെയാണ് സീലിംഗ് താഴ്ഭാഗം വെച്ചാൽ വലിയ ഇഷ്യൂസ് ഇല്ല. അല്ലാതെ പലക അടിച്ചതാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്, ഒരുപാട് പുട്ടി കയറും. അപ്പോൾ ഇതിൻ്റെയൊക്കെ ജോയിൻറ്റ്സ് ഗ്രൈൻഡ് ചെയ്യാൻ വേണ്ട ആദ്യം. അതിന് ഇതേപോലെ ആംഗിൾ ഗ്രൈൻഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ സാധാരണ ഒരു ബ്ലേഡ് ഇട്ടിട്ട് ടൈൽ കട്ട് ചെയ്യുന്ന ഒരു ബ്ലേഡ് ഇട്ടിട്ട് തള്ളി നിൽക്കുന്ന ഇത് മാത്രം ഒന്ന് ഇത് ഗ്രൈൻഡ് ചെയ്ത് കളഞ്ഞാൽ മതി. അതിനുശേഷം നമുക്ക് സാധാരണ ഒരു അത് മിക്സ് ചെയ്യാൻ വേറൊരു ഐറ്റം ഉണ്ട് ശരിക്കും. നമുക്ക് സാധാരണ ഒരു ഡ്രില്ലിൽ ഇതെങ്ങനെ ഒരു പെയിൻറ്റ് മിക്സ് ചെയ്യാനൊരു മേടിക്കാൻ കിട്ടും. 500 രൂപ, 300 to 500 ഉള്ളിൽ ഇത് കിട്ടും. അതുകൊണ്ടാണ് പുട്ടി മിക്സ് ചെയ്യേണ്ടത്. ഗ്രൈൻഡിങ് അതായി ജോയിൻറ്റ്സിലൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ തള്ളി നിൽക്കുന്നുണ്ടാവും, അത് മാത്രമാണ് ഗ്രൈൻഡ് ചെയ്ത് കളഞ്ഞത്. അത് കാണിക്കുന്നില്ല, കാരണം ഒരുപാട് പൊടിയുള്ള പരിപാടിയായിരുന്നു. അപ്പോൾ അത് എല്ലാം എന്താക്കുക, മാറോലിയും സാധനങ്ങളും ഉണ്ടാവും. പിന്നെ അഡീഷണൽ എവിടെയെങ്കിലുമൊക്കെ നിൽക്കുന്നുണ്ടാവും, അതിനൊക്കെ നമ്മൾ ഒന്ന് തട്ടിക്കളയണം, എന്നിട്ട് വേണം അപ്ലൈ ചെയ്യാൻ. അപ്പോൾ അതിന് ശേഷം ചൂലും കൊണ്ട് എന്തുകൊണ്ടായാലും കംപ്ലീറ്റ് ആ ഭാഗങ്ങൾ അതിലൊക്കെ പൊടി നിൽക്കുന്നുണ്ടാവും, ആ ഭാഗങ്ങളൊക്കെ കളയുക, തട്ടിക്കളയുക. ജസ്റ്റ് എന്താ മിക്സ് ചെയ്തിട്ടുണ്ട്, മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് മൂടി വെച്ചെന്ന് വെച്ചാൽ അതിന് മുകളിൽ തട്ടുന്ന സമയത്ത് അതിൽ പൊടിയാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. വേണ്ടത് പുട്ടിയിടാനുള്ളത് ബ്ലേഡ്. ഈ ടൈപ്പുണ്ട്, സാധാരണ അങ്ങനെ ഒരു പ്ലേറ്റ് മാത്രമല്ല, രണ്ട് ഹാൻഡിൽ ഇല്ലാത്തതുണ്ട്, കുറേ ടൈപ്പുണ്ട്. അത് നോക്കിയൊക്കെ ഏത് ടൈപ്പാണ് കിട്ടുക, നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്ന് നോക്കിച്ചാൽ അതേപോലെ. ഇതെല്ലാം ചെറുതും വേണം. ഇതിൽ നിന്നാണ് നമ്മൾ പുട്ടി കോരിയെടുത്തിട്ട് ഇതിൽ തേക്കുക. ഇതിപ്പോൾ ഇങ്ങനെ ഉണ്ടാവുക നമ്മുടെ കയ്യിൽ. ഇതിൽ പുട്ടി വാരിയെടുത്തിട്ട് ഇങ്ങനെ തേക്കുക. അതായത് ഈ എഡ്ജിൽ മുഴുവനായിട്ട് സാധനം ഉണ്ടാവണം. ഒരുപാട് വേണ്ട. ഒരുപാടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പൊന്തിക്കുന്ന സമയത്ത് ഇതിലിറങ്ങിപ്പോവും. പുട്ടിയും ഒരുപാട് ലൂസായിട്ട് മിക്സ് ചെയ്യാൻ പാടില്ല, കുറച്ച് ടൈറ്റ് ചെയ്ത് മിക്സ് ചെയ്യണം. ഒരുപാട് ടൈറ്റ് ആക്കുകയും വേണ്ട, പൊടിയെല്ലാം മിക്സ് ആകും വേണം. അതിനാണ് നമ്മൾ കൈ കൊണ്ട് ഇളക്കി കഴിഞ്ഞാൽ ആവില്ല, അതിനാണ് നമ്മൾ പുട്ടി മിക്സ് ചെയ്യുള്ളത് തന്നെ വേണം. അപ്പോൾ ഇതിലിങ്ങനെ ആക്കുക. അത് കഴിഞ്ഞിട്ട് പുട്ടി അപ്ലൈ ചെയ്യുക. കൂടുതലുള്ളതും ഒപ്പാക്കി എടുക്കണം. എത്രത്തോളം എനിക്ക് കാണിക്കാൻ പറ്റുമെന്ന് അറിയില്ല, നോക്കാം. പ്രധാനപ്പെട്ടൊരു 3 കാര്യങ്ങൾ കൂടി പറഞ്ഞു നിർത്താം. ഇതിലത്രേ സമയമുള്ളൂ. ഒന്നാമത് ഒരുപാട് മിക്സ് ചെയ്ത് വെക്കരുത്, കുറച്ച് മിക്സ് ചെയ്ത് നോക്കുക. അതിനുശേഷം ഇത് ചുമൽ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇതും കൊണ്ട് തന്നെ തള്ളിവിട്ടാൽ മതി, എന്നാലത് ക്ലീൻ ആവുള്ളൂ. ഇടയിൽ എന്തെങ്കിലും ചെറിയൊരു പീസ് നിൽക്കുന്നുണ്ടെങ്കിലും കൂടി വളരെ ബുദ്ധിമുട്ടായിരിക്കും അത് ഇതാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ പെട്ടെന്ന് ഒന്നിച്ചിട്ട് വലിച്ചിട്ട് നൈസാക്കി എടുക്കരുത്. വരുമ്പോൾ തന്നെ നമുക്ക് സൗണ്ട് വ്യത്യാസം മനസ്സിലാവും. ഫസ്റ്റിൽ നല്ല സ്മൂത്തായിട്ട് വരും, അത് കഴിഞ്ഞിട്ട് കര അങ്ങനെ വരുന്ന സമയത്ത് പിന്നെ വലിക്കരുത്. ഒരു മിനിമം തിക്നെസ്സിൽ നിർത്തുക, എന്നാൽ ഒരുപാട് കട്ടി വേണ്ടി വരും. അത് കുറച്ച് ചെയ്ത് നോക്കിയാലേ അറിയുള്ളൂ. നമ്മളിപ്പോൾ എല്ലാം ഓൺലൈനിൽ പഠിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കൂ.